അല്ല എന്തൊക്കെയാ ഒരു പരീക്ഷിച്ചത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നിട്ട്? എന്തൊക്കെയാ പരീക്ഷിച്ചത്? മുമ്പൊന്ന് പരീക്ഷിച്ചു, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നിട്ട് പരീക്ഷിച്ചതാ ഈ സാധനം. എന്താ? ജിന്ന്, സിഹർ, ജ്യോത്സ്യം, ഇസ്ലാമിക വീക്ഷണം. എന്താ ഇത്? മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നിട്ട് പരീക്ഷിച്ചൊരു സാധന. ഇതിന് ഖബറുണ്ട്. ഇത് ആരെഴുതിയതാണ്? ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ്, ലോകത്തറിയപ്പെട്ട ഒരു പണ്ഡിതൻ, സൗദി അറേബ്യയിലെ മുഫ്തിയായിരുന്ന പണ്ഡിതൻ. ആ പണ്ഡിതന്റെ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് അതിന്റെ പുറം ചിത്രം കൊടുത്ത ഞങ്ങൾ കണ്ടത്. എന്നിട്ട് ഈ പുസ്തകം ഇറക്കി. എന്നിട്ടോ നമ്മുടെ ഡോക്ടർ ഫളുൽ അൻവാരിയുടെ പേരിൽ ഇറക്കി. എഴുതിയതാരാ? എം.ഐ. സുല്ലമി എന്ന കുനിയിലുള്ള ഒരു മടവൂരി നേതാവ്. ഇതിന്റെ പേര് ആരുടെ പേരിൽ വെച്ചു കൊടുത്തു? ഫളുൽ അൻവാരിയുടെ ഒക്കെ പറഞ്ഞു, ഇപ്പൊ ഞാൻ തൽക്കാലം എന്റെ പേര് വെക്കണ്ട, എന്റെ പേരായ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് സഹപ്രവർത്തകരാണ്. ചതിയാണല്ലോ, ഇത് അറിയില്ലല്ലോ. ആന്റെ പേര് വെച്ച ഇബ്നു ബാസിന്റെ പുസ്തകമല്ല, ആ പേര് വെച്ച കുഴപ്പമൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പേര് വെച്ച് ഇറക്കി. എന്നിട്ട് ഇത് നാട്ടിലിറക്കിയിട്ട് അതിന് പുറമെ നോട്ടീസ്, അതിന്റെ നോട്ടീസാ ഇതിന്റെ പരസ്യം, ഈ ബുക്കിന്റെ പരസ്യം. സൗദിയിൽ ഇസ്ലാം സ്വീകരിച്ച ഇന്ത്യക്കാരനായ ജിന്നിന്റെ കഥ കണ്ടോ? എന്നിട്ടോ സിഹിർ എന്നാൽ എന്ത്? സിഹിർ യാഥാർത്ഥ്യമോ മിഥ്യയോ? സിഹിർ മനുഷ്യരെ ബാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചുവോ? സിഹിർ ബാധയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം? വെള്ളത്തിൽ മന്ത്രിച്ചൂതി കുടിക്കാമോ? ജിന്നബാധ സത്യമോ മിഥ്യയോ? ജിന്നബാധയിൽ നിന്ന് എങ്ങനെ മോചനം നേടാം? അംഗീകൃത ചികിത്സാ രീതി. സാധാരണക്കാരും പണ്ഡിതന്മാരും ഒരുപോലെ ആശയക്കുഴപ്പത്തിലാകപ്പെട്ട പ്രസ്തുത ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്താനുള്ള ആധികാരികമായ ഒരു ലഘുകൃതി ലോകപ്രശസ്ത സലഫി നായകനും സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയും അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ അനിഷേധ നേതാവുമായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ബിൻ ബാസ് രചിച്ച ഒരു അമൂല്യ നിധി. സംഘടനാ പക്ഷപാതിത്വങ്ങൾക്കും സംഗീത വീക്ഷണങ്ങൾക്കും അതീതമായി ചിന്തിക്കുന്നവർ വായിച്ചിരിക്കേണ്ട ഒരു ഉത്തമ പുസ്തകം. ജിന്ന്, സിഹർ, ജ്യോത്സ്യം, ഇസ്ലാമിക വീക്ഷണം. ബിൻബാസ് പബ്ലിക്കേഷന്റെ പ്രഥമ പ്രസിദ്ധീകരണം. വില 15 രൂപ. ഇപ്പോൾ 10 രൂപക്ക് ലഭിക്കുന്നു. ബിൻബാസ് പബ്ലിക്കേഷൻ, അൻവാർ നഗർ, കുനിയിൽ, കീഴുപ്പുറം, അരീക്കോട്. കണ്ടോ? പിൻകോഡ് അടക്കം വെച്ചിട്ടാണ് നോട്ടീസ് ഇറക്കിയത്. പക്ഷെ ഇങ്ങനെ അഡ്രസ് ഒരു പബ്ലിക്കേഷൻ ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ചതിയാണ് ഈ സാധനം. അതിനുള്ള സാധനമാണ്, ചതിക്കാനും വഞ്ചിക്കാനുള്ള സാധന. എന്നിട്ട് ഇത് ഇറക്കിയിട്ട് നാട് നീളെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രചരിപ്പിച്ചു. ജിന്നും സിഹറും ആ ജാതി വിഷയങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നാ. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ പുതുമയുള്ള കാര്യമല്ല. ജിന്ന് കേൾക്കുമ്പോ മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെ പേടിച്ചു പോകും, സിഹറെന്ന് കേൾക്കുമ്പോ വല്ലാതെ വരണ്ടു പോകും എന്നാണ് ഇവരൊക്കെ വിചാരിച്ചത്. മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം. അതിങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണുമ്പോ, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ജിന്നെന്ന് കേൾക്കുമ്പോ, അല്ലെങ്കിൽ സിഹിറെന്ന് കേൾക്കുമ്പോ ഇല്ലാതായി പോകുന്ന ഒരു പാരമ്പര്യമോ വിറച്ചു പോകുന്ന ഒരു പാരമ്പര്യമോ ഒന്നും അല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം. അത് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. എവിടുന്നാന്നറിയോ? KM മൗലവിയുടെ ജീവചരിത്രം എന്ന പുസ്തകം ഇറക്കുന്നത്. KM മൗലവിയുടെ ജീവചരിത്രം എന്ന പുസ്തകം യുവത ബുക്കാണ് ഇറക്കുക. പടച്ചോ നിങ്ങൾ കൊണ്ട് ഇറക്കിക്കും. അങ്ങനെയാണ് റബ്ബ് നിങ്ങളെ കൊണ്ട് ഇറക്കിക്കും. അങ്ങനെ യുവത ബുക്ക് പുറത്തിറക്കിയ KM മൗലവിയുടെ ജീവചരിത്രം ഒന്ന് വായിച്ചു നോക്കണം. മടവൂരിൽ വാങ്ങിയിട്ട് 150-ാമത്തെ പേജ്, 151-ാമത്തെ പേജൊക്കെ എന്താ പറയുന്നത്? KM മൗലവി സാഹിബ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു മിതവാദിയായ പണ്ഡിതനായിരുന്നു. ഉൽപ്പതിഷ്ഠുത്ത തിരുശീലയിൽ മറഞ്ഞിരുന്ന് എന്ത് അസംബന്ധങ്ങൾ വാദിക്കാനും ദുർവ്യാഖ്യാനങ്ങൾ മുഖേന സ്വനിർമ്മിത മിഥ്യകൾ സ്ഥാപിക്കാനും ചില പണ്ഡിതന്മാർ വ്യഗ്രത കാണിക്കാറുണ്ട്. മുഅ്ജിസത്ത്, കറാമത്ത് നിഷേധങ്ങളും ഇസ്രാ മിഅ്റാജ് സംഭവങ്ങളെ തള്ളിപ്പറയലും സഹീഹായ ഹദീസുകൾ വ്യാജമാക്കലുമെല്ലാം വിനാശകരമായ പ്രവണതകളാണ്. ഈ ദൃശ്യങ്ങളായ നവീനാശയങ്ങൾ വലിയ ഫാഷനും യോഗ്യതയുമായി പരിഗണിക്കുന്ന ചിലർ 2 സാക്ഷി ഹദീസും 3 വഖ്ത് നിർബന്ധ നമസ്കാരവും ജിന്ന്, ശൈത്താൻ നിഷേധവുമെല്ലാം ആ ഇനത്തിൽപ്പെടുന്ന പുതിയ വാദങ്ങൾ അത്രേ. പക്ഷേ KM മൗലവിയോ ഈ തരത്തിൽ ഒരു നിഷേധവും സ്വീകരിച്ചില്ല. സഹീഹായ ഹദീസ് കണ്ടാൽ ആ ഹദീസ് സ്വീകരിക്കുന്ന പ്രവണതയാണ് KM മൗലവിക്കുണ്ടായിരുന്നത്. അത് KM മൗലവിയുടെ യോഗ്യതയായിരുന്നുവെന്നാണ്. ഏതെങ്കിലും ഒരു ഹദീസ് കണ്ട എന്റെ ബുദ്ധിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞ് തള്ളുകയല്ല. ജിന്ന്, ശൈത്താൻ വിഷയത്തിൽ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുകയല്ല. നേരെ മറിച്ച് അവിടെയെല്ലാം വളരെ വ്യക്തമായ നിലപാട് KM മൗലവിക്കുണ്ടായിരുന്നു എന്നാണ് വളരെ വ്യക്തമായി തന്നെ പറയുന്നത്. മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഈ വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് കേരളത്തിൽ അതിന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടായി. ആ വിവാദങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം ധൈര്യത്തോടെ നട്ടിലൂടെ നേരിട്ടു. ഒരുപാട് ചുറ്റിക്കറങ്ങി, ഇട്ട് തന്നെ വീണ്ടും ഇട്ടു,
തിരുത്തിയതടക്കം വീണ്ടും ഇട്ടു. ആവർത്തിച്ച് സമൂഹ മധ്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു. അവസാനം എത്രത്തോളം എന്ന് ചോദിച്ചാൽ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് മുജാഹിദികൾ എന്നിവരെ പ്രചരിപ്പിച്ചു. ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് എന്നിവരെ പ്രചരിപ്പിച്ചു. എന്നാൽ മാന്യ സഹോദരങ്ങളെ, വളരെ വ്യക്തമായി തന്നെ മുജാഹിദ് പ്രസ്ഥാനം അതിന് മറുപടി പറഞ്ഞു. വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞു കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അത്രയും വ്യക്തമായി മറുപടി പറഞ്ഞു കാര്യങ്ങൾ വിശദീകരിച്ച് വീണ്ടും 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 അൽ ഇസ്ലാഹിൽ വന്ന ലേഖനമടക്കം എടുത്തിട്ട് അൽ ഇസ്ലാഹിൽ വന്ന ഒരു ലേഖനത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇവർ നാട് നീളെ പറഞ്ഞു നടന്നു, ഇവർ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ്. എന്നാൽ പിന്നെ ഇസ്ലാഹിൽ വന്ന ആ ലേഖനം എടുത്തുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുവെങ്കിൽ